വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കരുനീക്കങ്ങൾ ശക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചിപ്പിക്കുന്ന പാട്ട് കെ.സി. വേണുഗോപാൽ അനുകൂലികൾ പുറത്തിറക്കിയപ്പോൾ നവമാധ്യമ ടീമിനെ വികസിപ്പിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. അതിനിടയിൽ കെ.സി. വേണുഗോപാലിനെതിരായ വി.ഡി. സതീശൻ അനുകൂലികളുടെ വാട്സ്ആപ്പ് ചാറ്റും ലീക്കായി. എം.എൽ.എ. അല്ലാത്തവർക്കും മുഖ്യമന്ത്രിയാകാമെന്ന് അജയ് തറയിൽ ഇതിനിടയിൽ ന്യൂസ് മലയാളത്തോട് പറയുകയും ചെയ്തു. വിശദമായൊരു റിപ്പോർട്ടിലേക്ക്. ഭരണം കിട്ടുമോ എന്നറിയാൻ ഇനി 10 ദിവസം കൂടി കാത്തിരിക്കണം. എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അണിയറ നീക്കങ്ങളും ചരട് വലികളും ശക്തമാക്കിയിരിക്കുകയാണ് നേതാക്കൾ. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആനയിച്ച് അനുകൂലികൾ പുറത്തിറക്കിയ ഗാനം നവമാധ്യമങ്ങളിൽ ചർച്ചയായി. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് അജയ് തറയിലും രംഗത്തെത്തി. മത്സരിച്ച് ജയിക്കാതെ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു പിന്താങ്ങൽ. ആക്കും മുഖ്യമന്ത്രിയാകാം, എന്ത് കുഴപ്പമില്ല. ഞാനിപ്പോൾ എം.എൽ.എ. ആകാത്തൊരു മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ പിന്തുണക്കുന്നില്ല. എ.കെ. ആണ് 2 വർഷം കാലത്ത് മുഖ്യമന്ത്രിയാകില്ലേ, ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയാകില്ലേ. അതുപോലെ എത്രയോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിട്ടില്ലേ. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന തീരുമാനങ്ങളാണ്. അത് എം.എൽ.എമാർ തീരുമാനിക്കും. എം.എൽ.എമാർക്കാണ് അവകാശം. ആ എം.എൽ.എമാരുടെ അവകാശങ്ങൾ കൈകടത്താൻ ഞാൻ ആരുമല്ല. കേസിക്കായി പാട്ടിറക്കി ഹിറ്റടിക്കാനാണ് നീക്കമെങ്കിൽ റീലുകളിൽ ജീവമാവുകയാണ് രമേശ് ചെന്നിത്തല. ഇടതുപക്ഷ ഗാനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചെന്നിത്തലയ്ക്കായി അണികൾ പ്രതിച്ഛായ നിർമ്മാണം നടത്തുന്ന കൗതുക കാഴ്ചയും കാണാം. നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. കേരളയാത്ര എന്ന പേരിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പോഡ്കാസ്റ്റും തുടങ്ങിയിരുന്നു. കെ.സി. വേണുഗോപാലിന്റെ വരവിന് ചെറുക്കുന്നതിനായുള്ള നീക്കം ശക്തമാക്കുകയാണ് വി.ഡി. സതീശിനൊപ്പമുള്ളവർ. ഇലക്ഷൻ 2026 VDS എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ കെ.സിക്കെതിരായ ചാറ്റുകളും പുറത്തുവന്നു. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ലെന്നാണ് വിമർശനം. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച കെ. സുധാകരൻ, റോജി എം. ജോൺ എന്നീ നേതാക്കൾക്കെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിക്കാനും ആഹ്വാനമുണ്ട്. വി.ഡി. സതീശിനെ മുഖ്യമന്ത്രിയാക്കി മലപ്പുറം കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്ത് ഫ്ലെക്സ് ബോർഡും ഉയർന്നു. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുള്ള ഫ്ലെക്സാണ് ഉയർന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള വടംവലിയിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് 4-ാം തീയതി എടുക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. അത് കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും അത് തന്നെയാണല്ലോ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. നല്ലൊരു തീരുമാനമായിരിക്കും കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുക. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നു. ഭരണം നേടാനായില്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ചയും തർക്കവുമെല്ലാം പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.